തിരുവനന്തപുരം വിതുരയിൽ താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസിനെതിരെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ സമരത്തിനിടെ പൊലിഞ്ഞത് ഒരു ജീവൻ. വനവാസി യുവാവായ ബിനുവാണ് മരിച്ചത്. ആശുപത്രിയിലെ ആംബുലൻസ് തടയുന്നതിന് പകരം 108 ആംബുലൻസാണ് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. വിതുര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആംബുലൻസ് തടഞ്ഞുള്ള സമരത്തെ തുടർന്ന് വനവാസി യുവാവിന് ദാരുണാന്ത്യം. മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ വൈകിയതോടെയാണ് രോഗിയായ യുവാവ് ബിനു മരിച്ചത്. തിരുവനന്തപുരം വിതുര ആശുപത്രിക്ക് മുന്നിലായിരുന്നു ആംബുലൻസ് തടഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തിയത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവിനെ ബന്ധുക്കൾ വിതുര ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ മാറ്റുന്നതിനിടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞത്. ആംബുലൻസിന്റെ കാലപ്പഴക്കവും ഇൻഷുറൻസും തീർന്നു എന്നാരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് വിതുര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത്. ബന്ധുക്കൾ പറഞ്ഞിട്ടും ആംബുലൻസ് വിടാൻ പ്രവർത്തകർ തയ്യാറായില്ല. ഇതോടെ അരമണിക്കൂറോളം വൈകിയാണ് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. മെഡിക്കൽ കോളേജിൽ എത്തിയതിന് പിന്നാലെ രോഗി മരിക്കുകയായിരുന്നു. ആംബുലൻസ് തടഞ്ഞവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ബിനുവിന്റെ ബന്ധുക്കളുടെ ആവശ്യം. കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പരാതി നൽകുമെന്നും ബന്ധുക്കൾ പറയുന്നു. ജനം, തിരുവനന്തപുരം.